ഹായ് ആൾ. ഇന്ന് നമ്മൾ ബയോമെഡിക്കലിൻ്റെ രണ്ടാമത്തെ ലെക്ചർ പോവുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓവർവ്യൂ ഓഫ് അനാട്ടമി ആൻഡ് ഫിസിയോളജിക്കൽ സിസ്റ്റംസ് ഓഫ് ദ ബോഡി. അതിനെപ്പറ്റിയാണ് ഒരു ഓവർവ്യൂ ആണ്. അനാട്ടമിയും അതേപോലെ നമ്മുടെ ബോഡിയിലെ ഫിസിയോളജിക്കൽ സിസ്റ്റത്തിനെ പറ്റിയുമുള്ള ഒരു ഓവർവ്യൂ ആണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നേരം എന്താണ് അനാട്ടമി? Anatomy is the study of structure and shape of the body and body parts and their relationship to one another. Anatomy എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി. ഒരു ബോഡിയുടെ എന്താണ് സ്ട്രക്ചറും ഷേപ്പിനെയും അതേപോലെ ബോഡി പാർട്സിൻ്റെയും ബോഡി പാർട്സിൻ്റെയും സ്ട്രക്ചറിനെയും ഷേപ്പിനെയും അതിൻ്റെ റിലേഷൻഷിപ്പിനെയും ഒന്നും മറ്റേതും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും പറ്റിയുള്ള പഠനത്തിനെയാണ് നമ്മൾ അനാട്ടമി എന്ന് പറയുന്നത്. അന്നേരം അനാട്ടമി എന്ന് വെച്ചാൽ എന്താണ്? അനാട്ടമി ഈസ് ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി ആൻഡ് ബോഡി പാർട്സ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് ടു വൺ അനദർ. ഇനി ഈ അനാട്ടമി എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫോം ചെയ്തത്. കട്ട് ടോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത് കട്ടാണ്. അന എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പാർട്ട്. അന്നേരം കട്ട് എപ്പാർട്ട് എന്നുള്ളതാണ് എന്ത്? അനാട്ടമി. ഓക്കെ, അനാട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് വേർഡിൽ നിന്നാണ്? ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫോം ചെയ്തത്. ടോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടും അന എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പാർട്ടും. അന്നേരം അനാട്ടമി എന്ന് വെച്ചാൽ കട്ട് എപ്പാർട്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അനാട്ടമിയെ പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നെന്ന് പറയുന്നത് ഗ്രോസ് അനാട്ടമി. ഗ്രോസ് അനാട്ടമി അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് മാക്രോസ്കോപ്പിക് അനാട്ടമി. മാക്രോസ്കോപ്പിക് അനാട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ലാർജ് ആൻഡ് ഈസിലി ഒബ്സർവബിൾ സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഹാർട്ട് ബീറ്റ് ആൻഡ് ഓർ ബോൺ ലൈക്ക് ദാറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് നമ്മുടെ കണ്ണ് യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് ലാർജായിട്ടുള്ള അതേപോലെ ഈസിലി നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റഡിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രോസ് അനാട്ടമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെന്താ വലിയ ബോഡി പാർട്സ് ആയ സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് നമുക്കതിനെ മാക്രോസ്കോപ്പിക് അനാട്ടമി എന്നും നമുക്കതിനെ വിളിക്കാം. അന്നേരം ഗ്രോസ് അനാട്ടമി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് അനാട്ടമി എന്ന് പറയുന്നത് എന്താണ്? ദ സ്ട്രക്ചർ ഓഫ് ലാർജ് ഈസിലി ഒബ്സർവബിൾ സ്ട്രക്ചേഴ്സ് ബൈ നേക്കഡ് ഐ സച്ച് ആസ് ഹെഡ് ബീറ്റ് ഓർ ബോൺ. ഹെഡ് ബീറ്റും ബോണും അതേപോലെയുള്ള എൻ്റെയൊക്കെ സ്ട്രക്ചേഴ്സിനെയൊക്കെ പറ്റിയുള്ള പഠിത്തത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രോസ് അനാട്ടമി എന്ന് പറയുന്നത്. ഇനി മൈക്രോസ്കോപ്പിക് അനാട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് കാണുന്നത്, അത്രയേ ഉള്ളൂ. മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് കാണാൻ എന്താ നമ്മൾ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്തതാണല്ലോ നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് കാണുന്നത്. അന്നേരം മൈക്രോസ്കോപ്പിക് അനാട്ടമിക്ക് പറയുന്ന വേറൊരു പേരാണ് സൈറ്റോളജി, ഹിസ്റ്റോളജി എന്നൊക്കെ വിളിക്കും. സൈറ്റോളജി എന്ന് വെച്ചാൽ എന്താണ്? സെല്ലിനെ പറ്റിയുള്ള പഠനം. ഹിസ്റ്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനം. അന്നേരം സൈറ്റോളജി, ഹിസ്റ്റോളജി എന്നെല്ലാം വിളിക്കുന്നത് എന്ത് തന്നെയാണ്? മൈക്രോസ്കോപ്പിക് അനാട്ടമിയാണ്. അന്നേരം മൈക്രോസ്കോപ്പിക് അനാട്ടമി എന്ന് പറയുന്നത് എന്താണ്? ദ സ്റ്റഡി ഓഫ് വെരി സ്മാൾ സ്ട്രക്ചേഴ്സ് വെയർ എ മാഗ്നിഫയിങ് ലെൻസ് ഓർ മൈക്രോസ്കോപ്പ് ഈസ് നീഡഡ്. മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഒരു മാഗ്നിഫയിങ് ലെൻസ് യൂസ് ചെയ്തിട്ടുള്ള എന്താണ് സ്ട്രക്ചേഴ്സിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് അനാട്ടമി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്നത് നമുക്ക് സൈറ്റോളജി സ്റ്റഡി ഓഫ് സെൽസ് ഈസ് കോൾഡ് സൈറ്റോളജി. സൈറ്റോളജി എന്നോ അല്ലെങ്കിൽ ഹിസ്റ്റോളജി എന്നോ എല്ലാം വരുന്നത് ഏതിൻ്റെ കീഴിലാണ്? മൈക്രോസ്കോപ്പിക് അനാട്ടമിയുടെ കീഴിലാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഫിസിയോളജി എന്താണെന്ന് നോക്കാം. ഫിസിയോളജി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ദ സ്റ്റഡി ഓഫ് ഹൗ ദ ബോഡി ആൻഡ് ഇറ്റ്സ് പാർട്ട് വർക്ക് ഓർ ഫങ്ഷൻ. നമ്മുടെ ബോഡി ഭാഗങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുകയും ഫങ്ഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫിസിയോളജി എന്ന് പറയുന്നത്. ഫിസിയോളജിയെ നമുക്ക് പലതായിട്ട് തിരിക്കാം. സെൽ ഫിസിയോളജി എന്ന് പറയാം. എന്ന് വെച്ചാൽ സെൽ ഫിസിയോളജി ആകുമ്പോൾ സ്റ്റഡി ഓഫ് സെൽസിനെ പറ്റിയുള്ള പഠനം. പാത്തോഫിസിയോളജി, പാത്തോളജിക്കൽ ഫങ്ഷൻസിനെയും മറ്റുമുള്ള പഠനം. അതേപോലെ സർക്കുലേറ്ററി ഫിസിയോളജി, ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നില്ലേ. അന്നേരം അതിനെപ്പറ്റിയുള്ള പഠനത്തിനെയാണ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സർക്കുലേറ്ററി
ഫിസിയോളജി എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി ഫിസിയോളജി, സ്റ്റഡി ഓഫ് ബ്രീത്തിങ് ഓർഗൻസിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി ഫിസിയോളജി എന്ന് പറയുന്നത്. അന്നേരം ഫിസിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഹൗ ദ ബോഡി ആൻഡ് ഇറ്റ്സ് പാർട്സ് വർക്ക് ഓർ ഫങ്ഷൻ. എങ്ങനെയാണ് ബോഡിയും അതിൻ്റെ ഭാഗങ്ങളും വർക്ക് ചെയ്യുകയും ഫങ്ഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. ഫിസിയോളജി 4 തരത്തിൽ: സെൽ ഫിസിയോളജി, പാത്തോഫിസിയോളജി, സർക്കുലേറ്ററി ഫിസിയോളജി, റെസ്പിറേറ്ററി ഫിസിയോളജി എന്നങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഫിസിയോളജിയെ ക്ലാസിഫൈ ചെയ്യാം. ഇനി നമുക്കടുത്തത് ബോഡിയിലെ മേജർ സബ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്ത നമുക്ക് കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്താണെന്ന് നോക്കാം. കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഹൈഡ്രോളിക് സിസ്റ്റമാണ്. അത് പെർഫോം ചെയ്യുന്നത് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് അതേപോലെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷനും പിന്നെ ബ്ലഡ് സെൽസ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ ഒപ്റ്റിമം എൻവയോൺമെൻറ്റ് ഫോർ സെല്ലുലാർ ഫങ്ഷന് ഒരു ഒപ്റ്റിമം എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കാർഡിയോവാസ്കുലാർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. കാർഡിയോവാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് ഹൈഡ്രോളിക് സിസ്റ്റമാണ്. അത് എന്തിനു വേണ്ടിയിട്ട്? ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് അതേപോലെയുള്ള ന്യൂമറസ് കെമിക്കൽ കോമ്പൗണ്ട്സ് പിന്നെ ബ്ലഡ് സെൽസ് ഇതെല്ലാം ഒരു ഒപ്റ്റിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒപ്റ്റിമം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് സെല്ലുലാർ ഫങ്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കാർഡിയോവാസ്കുലാർ സിസ്റ്റം എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ഏറ്റവും പവർ സോഴ്സ് എന്നറിയപ്പെടുന്നത് ഹാർട്ടാണ്. നമ്മുടെ ഹാർട്ടാണ് ഇതിനകത്ത് ഏറ്റവും പവർ. ദ ഹാർട്ട് ഈസ് ദ പവർ സോഴ്സ് വിച്ച് പ്രൊവൈഡ്സ് എനർജി ടു മൂവ് ബ്ലഡ് ത്രൂ ദ ബോഡി ആൻഡ് റിമൂവ് വേസ്റ്റ് പ്രോഡക്ട്സ്. അന്നേരം നമ്മുടെ ഈ ഹാർട്ടാണ് എന്താണ്? ഈ ബ്ലഡിനെ ശരീരത്തിൽ കൂടി മുഴുവൻ ഫ്ലോ ചെയ്യിപ്പിക്കുകയും വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് എന്താണ്? ഹാർട്ടാണ്. അന്നേരം കാർഡിയോവാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഹൈഡ്രോളിക് സിസ്റ്റമാണ്. അത് പെർഫോം ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡും. നമ്മൾ ബ്ലഡിൽ കൂടി ഓക്സിജൻ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു, കാർബൺ ഡയോക്സൈഡ് തിരിച്ച് എടുത്തുകൊണ്ട് വേസ്റ്റായിട്ടുള്ളതിനെ തിരിച്ച് കളക്ട് ചെയ്യുന്നു. ഇതെല്ലാം ഹാർട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റേ നിങ്ങൾ +2 ബയോളജി ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുണ്ട്. അന്നേരം ഇവിടെയും അതാണ് ചെയ്യുന്നത്. കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് അതേപോലെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിനെയും ഒക്കെ എന്താണ് ഒപ്റ്റിമം ലെവലിൽ നിർത്തി സെല്ലുലാർ ഫങ്ഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫങ്ഷനാണ് കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിനുള്ളത്. അതിനകത്ത് ഹാർട്ട് എന്ന് പറയുന്നതാണ് പവർ സോഴ്സ്. അതാണ് ഈ ബ്ലഡിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ബ്ലഡ് ബോഡിയിൽ കൂടി മൂവ് ചെയ്ത് ഇത് വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്യുന്നതും ഏതിൻ്റെ എനർജി മൂലമാണ്? ഈ ഹാർട്ടിൻ്റെ എനർജി മൂലമാണ്. ഇനി നമുക്ക് അടുത്തത് റെസ്പിറേറ്ററി സിസ്റ്റം നോക്കാം. റെസ്പിറേറ്ററി സിസ്റ്റം സപ്ലൈസ് ദ ബ്ലഡ് with oxygen and removes carbon dioxide waste that cell produce. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡിൽ കൂടി എന്താണ് ഓക്സിജൻ കൊടുക്കുക, അതേപോലെ അതിനകത്തുനിന്ന് വേസ്റ്റായിട്ടുള്ള സെല്ലിലുള്ള വേസ്റ്റായിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുക. ഈ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുക. ഇതാണ് എന്തിൻ്റെ ഫങ്ഷൻ? റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. അന്നേരം റെസ്പിറേറ്ററി സിസ്റ്റം സപ്ലൈസ് ദ ബ്ലഡ് വിത്ത് ഓക്സിജൻ ആൻഡ് റിമൂവ്സ് കാർബൺ ഡയോക്സൈഡ് വേസ്റ്റ് ദാറ്റ് സെൽ പ്രൊഡ്യൂസസ്. അന്നേരം ഇനി നമുക്ക് ഇതിനകത്ത് ഒരു റെസ്പിറേറ്ററി സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിനകത്തുള്ള ഒന്നാണ് നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ ആ പാസേജാണ്, ആ എയർ പോകുന്ന പാസേജാണ് നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. പാസസ് എയർ ത്രൂ നോസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മൗത്തും എന്താ നമ്മുടെ മൂക്കിൽ കൂടെ മാത്രമാണോ ശ്വാസം? നമ്മുടെ വായിൽ കൂടെയും നമുക്ക് എടുക്കുകയും ഇടുകയും എല്ലാം ചെയ്യാൻ പറ്റും. അന്നേരം പാസസ് എയർ ത്രൂ.
എന്താണ് മൗത്തിൽ കൂടെയും നമുക്ക് എയർ എടുക്കാൻ പറ്റും. ഇനി ഫാരിൻസ് എന്ന് പറയുന്നത് തൊണ്ടയിലിരിക്കുന്ന ഒരു കോൺ ഷേപ്ഡ് പാസേജാണ് ഈ ഫാരിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഫാരിൻസ് എവിടെയാണ് ഇരിക്കുന്നത്? ത്രോട്ടിലാണ് ഫാരിൻസ് ഇരിക്കുന്നത്. പാസേജ് അത് ലീഡിങ് ടു ട്രക്കിയയ്ക്ക് മേളിലായിട്ടാണ് ഏതിരിക്കുന്നത്? ഈ ഫാരിൻസ് എന്ന് പറയുന്ന സംഭവം ഇരിക്കുന്നത്. ഒരു കോൺ ഷേപ്പിലുള്ള പാസേജാണ് കേട്ടോ. അന്നേരം ഇനി അടുത്തത് ട്രക്കിയ എന്ന് പറയുന്നത് വിൻഡ് പൈപ്പ് എന്നറിയപ്പെടും. ട്രക്കിയ എന്താണ്? വിൻഡ് പൈപ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? ട്രക്കിയാണ്. മെയിൻ ട്യൂബ് കണക്റ്റിംഗ് നോസ് ഓർ മൗത്ത് ടു ലങ്സ്. നോസിനെ അല്ലെങ്കിൽ മൗത്തിനെ ലങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന മെയിൻ ട്യൂബ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ട്രക്കിയാണ്. ഓക്കെ, അന്നേരം ട്രക്കിയ എന്ന് പറയുന്നത് എന്താണ്? വിൻഡ് പൈപ്പ് എന്നറിയപ്പെടും. പിന്നെ നമ്മുടെ മെയിൻ ട്യൂബ് കണക്റ്റിംഗ് നോസ് ഓർ മൗത്ത് ടു ലങ്സ്, അതാണ് ട്രക്കിയ. ഇനി അടുത്ത് നമുക്ക് എപ്പിഗ്ലോട്ടിസ് നോക്കാം. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ഫ്ലാപ്പ് ദാറ്റ് കവേഴ്സ് ദ എൻട്രൻസ് ടു ട്രക്കിയയ്ക്കോട്ടുള്ള എൻട്രൻസിനെ കവർ ചെയ്യുന്ന ഒരു ഫ്ലാപ്പാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ലങ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? റെസ്പിറേഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? ലങ്സ് ആണ്. ഇനി ബ്രോങ്കൈ എന്ന് പറയുന്നത് two tubes inside of lungs that air passes through the bronchioles. ഇത് ഈ ലങ്സിനകത്തുള്ള 2 ട്യൂബാണ് ഈ ബ്രോങ്കൈ എന്ന് പറയുന്നത്. നമുക്ക് ഈ ചുമ ശ്വാസമുട്ടൊക്കെ അത് ബ്രോങ്കൈറ്റിസ് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഈ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്നേരം ഈ ബ്രോങ്കൈ എന്ന് പറയുന്നത് എന്താണ്? ട്യൂബ് ഇൻസൈഡ് ദ ലങ്സ് ദാറ്റ് എയർ പാസസ് ത്രൂ ദ ബ്രോങ്കിയോൾസ്. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ബ്രോങ്കൈ എന്ന് പറയുന്നത്. ഈ ബ്രോങ്കൈ ആണ് പിന്നീട് എന്തായിട്ട് സ്പ്ലിറ്റ് ആവുന്നത്? ബ്രോങ്കയിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? ബ്രോങ്കിയോൾസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ഈ ബ്രോങ്കിയോളിൽ നിന്ന് പിന്നീട് എന്താണ്? ആൽവിയോളായി ഫോം ചെയ്യും. ബ്രോങ്കിയോൾസ് പിന്നെയും സ്മാൾ ബ്രാഞ്ചസ് ആയിട്ട് ട്യൂബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ആൽവിയോളൈ. ആൽവിയോളൈ എന്ന് വെച്ചാൽ എന്താ? ആൽവിയോളൈ എന്ന് പറയുന്നത് ടൈനി എയർ സാക്സ് ആണ്. ആൽവിയോളൈ എന്ന് പറയുന്നത് എന്താണ്? ടൈനി എയർ സാക്സ് ആണ്. അത് എന്താ ചെയ്യുന്നത്? ഓക്സിഡേഷൻ നടത്തും. എന്താണ്? ആൽവിയോളൈ എന്ന് പറയുന്നത് ടൈനി എയർ സാക്സ് ആണ്. ദാറ്റ് ഡു ദ ഓക്സിഡേഷൻ ആൻഡ് ദ എക്സൈൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യും. ആൽവിയോളൈ എന്ന് പറയുന്നത് എന്ത് പിന്നെ ഡിവൈഡ് ചെയ്യുന്നതാണ്? ബ്രോങ്കിയോൾസ് ഡിവൈഡ് ചെയ്യുന്നതാണ് ആൽവിയോളൈ. ആൽവിയോളൈ എന്ന് പറയുന്നത് എന്താണ്? ടൈനി എയർ സാക്സ് ആണ് ആൽവിയോളൈ. അതിനകത്ത് എന്താ നടക്കുന്നത്? ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുകയും അതെന്ത് പുറന്തള്ളുകയും ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യും. ഇനി അടുത്തത് കാപ്പിലറി എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ് ആണ്. ഇതിൻ്റെ വാളിൽ ആൽവിയോളയുടെ വാളിൽ കാണപ്പെടുന്ന ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് പറയുന്നത്. വൈൽ ഇൻ കാപ്പിലറീസ് ദ ബ്ലഡ് ഡിസ്ചാർജസ് carbon dioxide into the alveoli and takes up oxygen from the air in the alveoli. അന്നേരം ഈ ബ്ലഡ് ഡിസ്ചാർജ് കാപ്പിലറീസ് ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് ഡിസ്ചാർജസ് കാപ്പിലറീസ് while in the capillaries the blood discharges carbon dioxide in the alveoli. ആൽവിയോളയിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. അതേപോലെ ഓക്സിജൻ, എയറിനകത്തുള്ള ഓക്സിജനെ ആൽവിയോളയിലോട്ട് എടുക്കുകയും ചെയ്യും. ഇനി അടുത്ത സീലിയ എന്ന് പറയുന്നുണ്ട്. സീലിയ എന്ന് പറയുന്നത് ഹെയർ ലൈക്ക് സ്ട്രച്ചേഴ്സ് ആണ്. ദാറ്റ് റിമൂവ് ഡസ്റ്റ് ആൻഡ് ഡർട്ട് ഫ്രം ദ എയറിനകത്തുള്ള എന്താണ്? ഡസ്റ്റും പൊടിയും അതേപോലെ അഴുക്കുമെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സീലിയ. അന്നേരം ഇതെല്ലാമാണ് നമ്മുടെ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടും വരുന്ന ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? നേസൽ ക്യാവിറ്റി, എന്താണ് നമ്മുടെ നോസിനകത്ത് എയർ പാസ് ചെയ്യുന്ന ആ പോയിൻ്റ് നേസൽ ക്യാവിറ്റി. മൗത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വായ്ക്കകത്തൂടെയും നമുക്ക് എയർ എടുക്കാം. പിന്നെ ഫാരിൻസ് എന്ന് പറയുന്നത് എന്താണ്? തൊണ്ടയിലുള്ളതാണ്. കോൺ ഷേപ്ഡ് പാസേജാണ്. ട്രക്കിയയ്ക്ക് മേളിലായിട്ട് വരുന്നത്. ട്രക്കിയ എന്ന് പറയുന്നത് എന്താണ്? വിൻഡ് പൈപ്പാണ്.
പിന്നെ അത് മെയിൻ ട്യൂബ് കണക്റ്റിംഗ് നോസ് ടു ലങ്സ്. നോസ് അല്ലെങ്കിൽ മൗത്തിനെ ലങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന മെയിൻ ട്യൂബാണ് ട്രക്കിയ എന്ന് പറയുന്നത്. പിന്നെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലാപ്പാണ്. അത് എന്താണ്? ഈ എൻട്രൻസ്, ട്രക്കിയയുടെ എൻട്രൻസിനെ കവർ ചെയ്യുന്ന ഒരു ഫ്ലാപ്പാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ലങ്സ് എന്ന് പറയുന്നത് എന്താ? ഇത് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഏറ്റവും മെയിൻ ഓർഗനാണ് ലങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്രോങ്കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണപ്പെടുന്ന ട്യൂബ്സാണ്. എന്താ? ലങ്സിനകത്ത് കാണപ്പെടുന്ന ട്യൂബ്സാണ്. അതിൽ കൂടെയാണ് എയർ പാസേജും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഈ ബ്രോങ്കൈ പിന്നെ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? സ്മാൾ ബ്രാഞ്ചസ് ആയിട്ട് മാറും. അതിനെയാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. ബ്രോങ്കിയോൾസ് പിന്നെയും സ്മാൾ ബ്രാഞ്ചസ് ആയിട്ട് മാറും. അതിനെ നമ്മൾ എന്താണെന്ന് പറയും? ആൽവിയോളൈ എന്ന് പറയും. ആൽവിയോളൈ എന്ന് പറയുന്നത് എന്താണ്? ടൈനി സാക്സ് ആണ്, എയർ സാക്സ് ആണ് ആൽവിയോളൈ എന്ന് പറയുന്നത്. അന്നേരം നമ്മുടെ ഓക്സിഡേഷനും അതേപോലെ എക്സൈഡിൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം ഈ ആൽവിയോളയിലാണ് വരുന്നത്. പിന്നെ ഈ ക്യാപ്പിലറീസ് എന്ന് പറയുന്നുണ്ട്. ക്യാപ്പിലറീസ് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ് ആണ്. അത് ഈ എന്താണ്? ആൽവിയോളയുടെ വാൾസിൽ കാണപ്പെടുന്ന ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. അന്നേരം ഇതിനകത്തായിരിക്കും ഈ ക്യാപ്പിലറീസിലാണ് ഈ എന്താണ്? ഈ ഓക്സിജനും അതേപോലെ ഈ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും എയറിൽ നിന്ന് ഓക്സിജനും എടുക്കുകയും ആ പ്രോസസ്സെല്ലാം നടക്കുന്നത് ക്യാപ്പിലറീസിലാണ്. സീലിയ എന്ന് പറയുന്നത് എന്താണ്? ഹെയർ ലൈക്ക് സ്ട്രച്ചേഴ്സാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഡേർട്ടോ അല്ലെങ്കിൽ ഡസ്റ്റോ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ, എയറിലുള്ള ഡേർട്ടിനെയും ഡസ്റ്റിനെയും റിമൂവ് ചെയ്യാനാണ് നമ്മൾ സീലിയ ഉപയോഗിക്കുന്നത്. അന്നേരം ഇതെല്ലാമാണ് ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്. അടുത്തത് നമുക്ക് ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അന്നേരം നമ്മൾ എന്താ എടുക്കുന്നത്? റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു എന്ന് വെച്ചാൽ ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക, അത്രയുമേ ഉള്ളൂ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അന്നേരം എയർ ദാറ്റ് ഫ്ലോസ് ഫ്രം മൗത്ത് ഓർ നേസൽ ക്യാവിറ്റി ട്രാവൽസ് ത്രൂ ഫാരിൻസ് ആൻഡ് മൂവ്സ് ഡൗൺ ടു ട്രക്കിയ. നമ്മുടെ മൂക്കിൽ കൂടെ എടുക്കും. ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്ത് രണ്ടും ഓപ്പണിംഗ് ആണ്. എയർ എടുക്കാനുള്ള ഓപ്പണിംഗ് ആണ്. വായിൽ കൂടെയും ശ്വാസം എടുക്കാം, മൂക്കിൽ കൂടെയും ശ്വാസം എടുക്കാം. ഈ എടുക്കുന്ന ശ്വാസം എങ്ങോട്ട് പോവും? ഫാരിൻസിലോട്ട് പോവും. എന്നിട്ട് എങ്ങോട്ട് മൂവ് ഡൗൺ ചെയ്യും? ട്രക്കിയയിലോട്ട് മൂവ് ഡൗൺ ചെയ്യും. ഇവിടെ ഒരു ലാരിൻസ് എന്ന് പറയുന്ന ഒരെണ്ണം ഞാൻ പറഞ്ഞില്ല. ലാരിൻസ് എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് ബോക്സ് എന്നൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. സൗണ്ട് ബോക്സ് നമുക്ക് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതുള്ളതുകൊണ്ടാണ്? ഈ ലാരിൻസ് ഉള്ളതുകൊണ്ടാണ്. അന്നേരം അത് വേണ്ട, നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ഈ ലാരിൻസിന് ബന്ധമില്ല. കാരണം അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ശ്വാസം എടുക്കുകയും വിട്ടാൻ പോരെ, സൗണ്ടിന് പ്രാധാന്യമില്ലല്ലോ. അതുകൊണ്ട് ശബ്ദം വേണം. അതല്ല, ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ലാരിൻസ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമില്ല. ഓക്കെ, അന്നേരം നോക്ക്, നമ്മൾ നേസൽ ക്യാവിറ്റി വഴി എടുക്കുന്നു. അതെങ്ങോട്ട് പോകുന്നു? നേസൽ ക്യാവിറ്റി വഴി എടുക്കുന്നത് എവിടെ എത്തുന്നു? ഫാരിൻസ് എത്തുന്നു. ഫാരിൻസ് വഴി എങ്ങോട്ടെത്തുന്നു? ട്രക്കിയയിലെത്തുന്നു. ട്രക്കിയയിൽ നിന്ന് അതെങ്ങോട്ട് കയറണം? ലങ്സിലോട്ട് കയറണം. അന്നേരം നമുക്കറിയാം റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഓർഗൻസ് എന്ന് പറയുന്നത് എന്താണ്? ലങ്സ് ആണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? ലങ്സ് ആണ്. അതാണ് അതിൻ്റെ ഫങ്ഷൻ. എന്താണ്? ടു ടേക്ക് ഇൻ ഓക്സിജൻ ആൻഡ് എക്സെയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആസ് വി ബ്രീത്ത്. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയത്ത് എന്തെടുക്കും? ഓക്സിജൻ എടുക്കുകയും പുറന്തള്ളും? കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യും. ദാറ്റ് ഈസ് ദി ഫങ്ഷൻ ഓഫ് എ ലങ്സ്. ഓക്കെ, അതുകൊണ്ട് ലങ്സാണ് ഇതിനകത്തെ പ്രൈമറി ഓർഗൻ. ഏതിനകത്തെയാണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ പ്രൈമറി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? ലങ്സാണ്. ദ ഗ്യാസ് എക്സ്ചേഞ്ച് പ്രോസസ് ഈസ് പെർഫോംഡ് ബൈ ലങ്സ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. അന്നേരം മെയിനായിട്ടും ഈ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച്, ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു എന്നുള്ള ആ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് പ്രോസസ്സ് പെർഫോം ചെയ്യുന്നത് ഏതൊക്കെയാണ്? ലങ്സും റെസ്പിറേറ്ററി സിസ്റ്റവും കൂടിയാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. എയറിനകത്ത് എന്തെല്ലാം കാണും? എയറിനകത്ത് ഓക്സിജൻ കാണും, അതർ ഗ്യാസസ് എല്ലാം കാണും. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് പല ഗ്യാസസും കാണും.
അപ്പോൾ ട്രക്കിയ എന്ന് പറയുന്നത് നമ്മുടെ ത്രോട്ടിലുള്ള ട്രക്കിയ, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരെന്താണ്, വിൻഡ് പൈപ്പ് എന്ന് പറയുമെന്ന് പറഞ്ഞു. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫിൽറ്റേഴ്സ് ദ എയറിനെ എന്ത് ചെയ്യുക, ഫിൽറ്റർ ചെയ്യുക. എന്നിട്ട് ഈ ട്രക്കിയ എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത്, ഈ എയറിനെ എങ്ങോട്ടാണ്, ട്രക്കിയയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ബ്രോങ്കയിലോട്ടാണ്. ബ്രോങ്കൈ ഇരിക്കുന്നുണ്ടോ, 2 ബ്രോങ്കൈ, ലങ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 2 ബ്രോങ്കൈ, ട്രക്കിയയിൽ നിന്ന് 2 ബ്രോങ്കൈ, റൈറ്റ് ലങ്സും റൈറ്റും ലെഫ്റ്റും രണ്ടിടത്തോട്ടും പോകുന്നു. അതാണ് എന്താ, ഈ ട്രക്കിയയിൽ നിന്ന് എങ്ങോട്ട്, ട്രക്കിയ ബ്രാഞ്ചസ് ഇൻറ്റു 2 ബ്രോങ്കൈ ട്യൂബ്സ് ദാറ്റ് ലീഡ് ടു ദ ലങ്സ്. അങ്ങനെയാണ് ഈ ഓക്സിജൻ എന്ന് ഈ എയർ എന്ന് പറയുന്നത് എവിടെ എത്തുന്നത്, ലങ്സിൽ എത്തുന്നത്. പിന്നെ ഒരിക്കൽ നമ്മുടെ ഈ ഓക്സിജൻ ബ്ലഡ് സ്ട്രീമിലോട്ട് കലർന്ന് കടന്നാൽ ഈ ബ്ലഡ് ഈ ബോഡിയുടെ എല്ലാ ഭാഗത്തിലോട്ടും പോകും. അങ്ങനെ പോകുമ്പം ഓക്സിജൻ എവിടെയെല്ലാം, നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെല്ലാം ഓക്സിജൻ വേണം അവിടെയെല്ലാം എന്താണ്, ഈ ബ്ലഡ് എന്ത് സപ്ലൈ ചെയ്യും, ഓക്സിജൻ സപ്ലൈ ചെയ്യും. അന്നേരം ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ ഈ ബോഡി സെല്ലിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കളക്ട് ചെയ്യുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ്, RBC എന്ന് പറയും. റെഡ് ബ്ലഡ് സെൽസ് കളക്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ ബോഡി സെൽസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഇറ്റ് ബാക്ക് ടു ദ ലങ്സ്. അങ്ങനെ ഇതിനകത്തുള്ള ബ്ലഡിലുള്ള RBC തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ കളക്ട് ചെയ്തിട്ട് ലങ്സിലോട്ട് കൊണ്ടെത്തിക്കും. അന്നേരം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് കേട്ടോ. നമ്മുടെ എയർ ആദ്യം മൗത്ത് അല്ലെങ്കിൽ നേസൽ ക്യാവിറ്റി വഴി ഫാരിൻസ് വഴി എങ്ങോട്ടെത്തും, ട്രക്കിയയിലോട്ടെത്തും. എന്നിട്ട് ഈ എയർ എങ്ങോട്ട് പോകും, ബ്രോങ്കൈ ട്യൂബ്സ് വഴി എന്താണ്, എവിടെ എത്തും, ലങ്സിലോട്ട് പ്രവേശിക്കും. ലങ്സ് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ പ്രൈമറി റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രൈമറി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്, ലങ്സാണ്. അവിടെ വെച്ചാണ് ഓക്സിജൻ സ്വീകരിക്കുകയും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നത് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അന്നേരം ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുമ്പം നമ്മൾ ഈ എടുക്കുന്ന എയറിനകത്ത് ഓക്സിജൻ മാത്രമാണോ ഉള്ളത്, പല ഗ്യാസസും കാര്യങ്ങളും എല്ലാം കാണും. അന്നേരം നമ്മുടെ ത്രോട്ടിൽ ഒരു ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തിനെ ഫിൽട്ടർ ചെയ്യുകയാണ്, ഈ എയറിനെ ഫിൽട്ടർ ചെയ്യുകയാണ്. എന്നിട്ട് ഈ ട്രക്കിയ 2 ബ്രാഞ്ചിലോട്ടും എന്ന് വെച്ചാൽ 2 ബ്രോങ്കയിലോട്ടും നമ്മുടെ ഈ വരുന്ന എയറിനെ ലീഡ് ചെയ്യും. അന്നേരം ഒരിക്കൽ ഈ ലങ്സ് ഓക്സിജൻ ലങ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലങ്സ് ഈ ഓക്സിജനെ എന്തിലോട്ട് മിക്സ് ചെയ്യും, ബ്ലഡ് സ്ട്രീമിലോട്ട് മിക്സ് ചെയ്യും. ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ ട്രാവൽ ചെയ്യുകയാണ്, അല്ലേ, സഞ്ചരിക്കുക, സർക്കുലേറ്റ് ചെയ്യുകയാണ്. അന്നേരം ആ ബ്ലഡിനകത്തുള്ള ഓക്സിജൻ എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയെല്ലാം ആ ബ്ലഡിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കും. പിന്നെ ഈ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റേ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, ബോഡി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതല്ലേ നമുക്ക് തിരിച്ച് വെളിയിലോട്ട് വിടേണ്ടത്. അന്നേരം ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്നത് ബ്ലഡിനകത്തുള്ള RBC ആണ്. ഈ RBC ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ലങ്സിലോട്ട് കൊണ്ടുവരികയും ചെയ്യും. അത് നമ്മൾ എക്സൈൽ ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ലങ്സിനകത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത് വളരെ ചെറിയ, അതിനകത്തുള്ള ഏറ്റവും ചെറിയ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ആൽവിയോളൈ എന്ന് പറയുന്ന സ്ട്രക്ചറുകളാണ്. അത് നിങ്ങൾക്ക് കാണാം. ഈ ലാരൻസ് മറ്റേ ട്രക്കിയ വന്നിട്ട് 2ആയിട്ട് സ്പ്ലിറ്റായി ബ്രോങ്കൈ ആയി മാറി, ബ്രോങ്കൈ പിന്നെ ബ്രോങ്കിയോൾസ് ആയി, ബ്രോങ്കിയോൾസ് പിന്നെ ആൽവിയോളൈ ആയി. അന്നേരം അതിലെ ഏറ്റവും ചെറിയ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ആൽവിയോളൈ ആണ്. അന്നേരം ഈ ആൽവിയോളയിലാണ് ഈ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത്. അന്നേരം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നതാണ് വേസ്റ്റ് ഗ്യാസ്. അത് നമ്മൾ എന്ത് ചെയ്യും, എക്സൈൽ ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് RBC കളക്ട് ചെയ്തുകൊണ്ട് വരുമെന്ന് നേരത്തെ പറഞ്ഞു. അന്നേരം ആ സംഭവം നമ്മൾ എക്സൈൽ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളെന്താ, ശ്വാസം വലിച്ചു, ശ്വാസം വിട്ടു, പിന്നെ അടുത്തത് എടുക്കുമ്പോഴത്തേക്കും അത് അടുത്ത സൈക്കിളായി. അങ്ങനെ ആ ഒരു പ്രോസസ്സിലാണ് റെസ്പിറേഷൻ നടക്കുന്നത്. അന്നേരം റെസ്പിറേഷൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബ്രീത്ത് ഇന്നും ഒരു ബ്രീത്ത് ഔട്ടും. ഓക്കെ, അന്നേരം കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എക്സൈൽഡ് ആൻഡ് the cycle begins again with the next breath.
നമ്മളെങ്ങനെ തുടങ്ങിയ ആദ്യം ശ്വാസം എടുക്കുന്നത് എന്നാണ് തുടങ്ങുന്നത് അല്ലേ? അങ്ങനെ അതെല്ലാം സർക്കുലേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെത്തി ലങ്സിൽ നിന്ന് അത് പിന്നെ നമ്മുടെ മൂക്കിൽ കൂടി നമ്മൾ തിരിച്ച് എക്സൈൽ ചെയ്തപ്പോഴത്തേക്കും പിന്നെ അടുത്ത എന്താണ്? ഇൻഹെയിലാണ്. അടുത്ത സൈക്കിള് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യമാണ് ഡയഫ്രം. നിങ്ങൾ ആ ഡയഗ്രത്തിൽ കാണുന്നുണ്ട്, ഒരു ഡയഫ്രം കാണുന്നുണ്ട്. ഡയഫ്രം ആ ലങ്സിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ഡയഫ്രം കാണാൻ സാധിക്കും. ഈ ഡയഫ്രം എന്ന് പറയുന്നത് ഒരു ഡോം ഷേപ്പ്ഡ് സ്ട്രക്ചറാണ്. ഒരു ഡോം ഷേപ്പ്ഡ് സ്ട്രക്ചറിലുള്ള ഒരെണ്ണമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ മസിലാണ്, ഒരു ഡോം ഷേപ്പ്ഡ് സ്ട്രക്ചറിലുള്ള ഒരു മസിലാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഡയഫ്രത്തിൻ്റെ ആ ഒരു വർക്കിംഗ് കാരണമാണ് നമ്മുടെ ഈ ഇൻഹൈലേഷനും എക്സൈലേഷനും പ്രോസസ്സും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പം ഡയഫ്രം സങ്കോചിക്കുകയും വികസിക്കുകയൊക്കെ ചെയ്യും. അന്നേരം നമ്മുടെ ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് ഈ ഡയഫ്രം സങ്കോചിക്കുകയും, നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അതേപോലെ ശ്വാസം വിടുമ്പോഴത്തേക്കും അതെന്താണ്? എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അന്നേരം എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ്? എയർ ഫോഴ്സായിട്ട് നമ്മൾ എയർ വെളിയിലോട്ട് തള്ളും. അങ്ങനെ ഈ ഡയഫ്രം എന്ന് പറയുന്ന മസിലിൻ്റെ ഈ ഒരു പ്രോസസ്സ് കാരണമാണ് ഈ സങ്കോചിക്കുകയും വികസിക്കുകയും നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴും എക്സെയിൽ ചെയ്യുമ്പോഴും രണ്ട് ആക്ഷൻ, അതുമൂലമാണ് ഈ ലങ്സിലുള്ള എയർ എന്താണ്? പുറത്തോട്ട് പോവുകയും തിരിച്ച് ലങ്സിലോട്ട് വലിച്ചെടുക്കാനും എല്ലാം നമുക്ക് പറ്റുന്നത്. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബ്രീത്തിങ് റേറ്റാണുള്ളത്. നമ്മൾ അഡൾട്ട്സിനാണെങ്കിൽ ഏതാണ്ട് 12 തൊട്ട് 20 വരെ ബ്രീത്ത് പെർ മിനിറ്റ് ആണ്. അഡൾട്ട്സ് നോർമലി ടേക്ക് 12 to 20 ബ്രീത്ത് പെർ മിനിറ്റ്. അതേസമയം നമ്മൾ എന്താണ് എക്സർസൈസൊക്കെ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ വല്ല ഓടിയോ ചാടിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ആവറേജ് ബ്രീത്ത് എന്ന് പറയുന്നത് എന്താണ്? കൂടും. നമ്മളെന്തെങ്കിലും പെട്ടെന്ന് വല്ല ഞെട്ടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എക്സർസൈസ് കൂടുക. ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഓടിയോ വല്ലതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത് കൂടും. അതാണ് ഈ ബ്രീത്തിനെ പറ്റി നമുക്ക് ഇത്രയുമാണ് പറയാനുള്ളത്. അന്നേരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്തെല്ലാമായിരുന്നു? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് അനാട്ടമി എന്താണെന്ന് പഠിച്ചു. അനാട്ടമി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് ബോഡി ആൻഡ് ബോഡി പാർട്സ് ആൻഡ് ദെയർ റിലേഷൻസ് ടു വൺ അനദർ. അതിനെയാണ് നമ്മൾ അനാട്ടമി എന്ന് പറഞ്ഞത്. പിന്നെ ഫിസിയോളജി എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങും പഠിച്ചു. അന്നേരം ഇത്രയുമാണ് ഇന്നത്തെ സെഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത സെഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. Okay, have a nice day.